Hi friends, welcome back to my channel 1 million shades. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോർട്രേറ്റ്സ് ഒക്കെ വരയ്ക്കില്ലേ, അപ്പോൾ അതിൽ ഓർണമെന്റ്സ് ഒക്കെ എങ്ങനെ ഷെയ്ഡ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രണ്ട് മെത്തേഡ്സ് പറഞ്ഞുതരാം. ഒരെണ്ണം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മെത്തേഡ് പറയാൻ പോവാണ്. ഇവിടെ ഞാനൊരു മാലയാണ് നമ്മൾ വരയ്ക്കണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ മാലയിലുള്ള ആ ഡീറ്റെയിൽസൊക്കെ ആദ്യം ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കും. ഇതിലിങ്ങനെ മുത്ത് പോലത്തെ 3 ലെയറായിട്ട് വരുന്ന ഒരു മാലയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊന്ന് ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഓരോ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് മുത്ത് നമ്മൾ സാധാരണ മുത്ത് എന്ന് വെച്ചാൽ ഒരു സ്പിയറിൻ്റെ ഷേപ്പിൽ. അപ്പോൾ നമ്മൾ സ്പിയർ എങ്ങനെയാണോ ഷെയ്ഡ് ചെയ്യണം അതുപോലെ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഏത് ഭാഗത്തുനിന്നാണോ ലൈറ്റ് വരുന്നത് അവിടെ കുറച്ച് അവിടെ ലൈറ്റായിട്ട് കൊടുക്കുക, ബാക്കി ഭാഗത്ത് ഡാർക്കായിട്ട് കൊടുക്കുക, അങ്ങനെ ഷെയ്ഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ബ്ലെൻഡിങ് സ്റ്റമ്പ് വെച്ചിട്ട് ആ മാലയുടെ താഴത്ത് അതിൻ്റെ ഷാഡോ വരും. അപ്പോൾ അതൊന്നും ഞാൻ ബ്ലെൻഡിങ് സ്റ്റമ്പ് വെച്ചിട്ട് ചെറുതായിട്ട് ഒരു ഷാഡോ പോലെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി ഹൈലൈറ്റ്സ് കൊടുക്കണം. നമ്മൾ ഡയറക്റ്റ് ലൈറ്റ് അടിക്കുന്ന പോർഷൻസിൽ ഹൈലൈറ്റ്സ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് ജെൽ പെൻ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ലൈറ്റ് ഭാഗത്ത് കറക്റ്റ് ഡയറക്റ്റായിട്ട് അടിക്കുന്ന പോർഷനിൽ നമ്മൾ വൈറ്റ് ആയിട്ട് വിടാം, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഹൈലൈറ്റ് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഷെയ്ഡ് ചെയ്യണക്കണ്ട, അതിൽ നമുക്ക് എക്സ്ട്രാ വൈറ്റ് ജെൽ പെൻ വെച്ചിട്ട് ഹൈലൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ഷെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു വൈറ്റ് പോർഷൻ വിട്ടിട്ടാണ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈലൈറ്റ് വേറെ ജെൽ പെൻ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ട് മുത്തിൻ്റെ ഇടയിലും ഡാർക്കറായിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അത് നമ്മൾ ഒട്ടും ലൈറ്റ് അടിക്കാത്ത പോർഷൻ, നമ്മുടെ ഉള്ളിലേക്ക് ഒരു കുഴി പോലെയുള്ള പോർഷൻസിൽ അവിടെയൊക്കെ നല്ല ഡാർക്കർ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ രണ്ട് മുത്തിൻ്റെ ഇടയിൽ ആ ലെയേഴ്സിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഡാർക്കർ പോർഷൻ വെച്ചിട്ട് ഡാർക്കർ പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കുറച്ച് സമയം മതി. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു മഷി കഴിഞ്ഞ പാൻ എടുത്തിട്ട് ഇതുപോലെ ഞാൻ ചെയ്യണ പോലെ നമ്മുടെ പിക്കിൽ നോക്കിയിട്ട് എവിടേക്കാണ് വൈറ്റ് പോർഷനുള്ള അവിടെ നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വൈറ്റ് പോർഷനുള്ള ഭാഗത്ത് നമ്മൾ ഈ പാന വെച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഡാർക്കർ പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും, നമ്മൾ ഈ പാനോട് വരച്ച പോർഷനിൽ മാത്രം നമ്മുടെ കളറ് വരില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ വൈറ്റ് കളറായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും ചെയ്യും. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ ഇതിൽ കണ്ട നമ്മുടെ മാലയമുള്ള ഡിസൈൻസൊക്കെ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റി. ഇനി ഇതിന് ഫിനിഷിങ് കൊടുക്കാനായിട്ട് ഇതിൻ്റെ തുമ്പത്ത് കുറച്ച് മുത്തുകളൊക്കെ ഉണ്ട്. അത് ഞാൻ പെൻസിൽ വെച്ചിട്ട് തന്നെ സാധാരണ പോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഷെയ്ഡ് ചെയ്ത്. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾ ഇനി ഷെയ്ഡ് ചെയ്യുമ്പോൾ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.